അതോടൊപ്പം തന്നെ ഇവിടെ ഈ അടുത്ത കാലത്ത് നടന്ന പ്രോഗ്രാമുകളെ കുറിച്ച് ഈ സംഘടനയെ കുറിച്ച് നമ്മൾ ഏറെ അറിയാൻ സാധിച്ചു. ഒരുപാട് നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മയും കൂടിയിട്ടാണ്. ചെറിയ കാര്യമല്ല അത്. നമ്മള് മലയാളികള് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിറഞ്ഞ സദസ്സ് തന്നെ. എന്തായാലും ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അതുപോലെ എക്സിക്യൂട്ടീവ് ഓരോ മെമ്പർമാർക്കും നല്ലൊരു പടക്കം കൊണ്ട് കൈ കൊടുത്ത് ഓണമായിട്ട് താങ്ക് യു. വളരെ സന്തോഷകരമായ നിമിഷം തന്നെയാണ് നമുക്ക് ഈ ഒരു മീറ്റിങ്ങിലൂടെ നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഈ മണ്ണിൽ വന്ന് കാലെടുത്ത് കുത്താൻ സാധിച്ചത്. എന്തായാലും നമുക്ക് സംസാരം വെച്ചിട്ട് കുറച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. സാറ് പറഞ്ഞ മാതിരി നല്ലതാണെങ്കിൽ കൈയടിക്കുക എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ കേട്ടുമ്പോൾ തന്നെ ഒന്ന് പതുക്കൊന്ന് ഒരു നെട്ടലിലൂടെ കൂടിയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. എന്തായാലും നമുക്കൊരു ഓണം കഴിഞ്ഞു. പക്ഷേ നമ്മള് ഓണമാഘോഷം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ 13-ാം തീയതി ആയിരുന്നു, ബോംബെയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഓണം കഴിഞ്ഞിട്ട് നടത്തുന്നതിന്റെ കാരണം എല്ലാവരുടെ സൗകര്യങ്ങൾ, നാട്ടിൽ പോയി തിരിച്ചു വരാനുള്ള സൗകര്യങ്ങൾ കൂടിയാണ്. നമ്മുടെ ജോസേട്ടനാണ്, നമ്മുടെ ചാലക്കുടിക്കടുത്ത് മേലൂരുള്ള ജോസേട്ടനാണ് ഇവിടെ നമുക്ക് ഒരു പരിപാടിക്ക് ഫസ്റ്റ് നമ്മുടെ പേര് പറഞ്ഞത്. അതുപോലെ സെക്രട്ടറി നമ്മുടെ ഏറെ ചങ്കാണ്. അപ്പൊ നമുക്കൊരു ഓണപ്പാട്ടോട് കൂടി തന്നെ തുടങ്ങാനായിട്ട് ഒരുപാട് വേദികൾ ശ്രദ്ധേയനായ കലാകാരൻ അല്ലെങ്കിൽ കലാകാരി രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ കണ്ണനെയും ഭാഗ്യലക്ഷ്മിയും നല്ലൊരു കൈയടി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു കൈയടി കൊടുത്ത് നമ്മൾ ഓണപ്പാട്ടം നമ്മുടെ ദാസെടുത്തും സുജാത് ജിജി പാടിയ ഒരു പാട്ട്. അപ്പൊ പാട്ട് ഇടയ്ക്കൊക്കെ ഒരു താളത്തിൽ കൈയടിയാവും. ഒരു കൈയടി ഓക്കെ. No. Please.